ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം എറണാകുളത്ത് ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ഞങ്ങളുടെ സംഘടനാ സംവിധാനവും ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകളും ഇന്നിൻ്റെ രാഷ്ട്രീയം അനുസരിച്ച് വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. എറണാകുളം ഒരിക്കലും ഞങ്ങളെ കൈവിട്ടിട്ടില്ല. എറണാകുളത്തെ ഏതൊരു വികസനകാംക്ഷിയായിട്ടുള്ള വോട്ടറും കോൺഗ്രസിൻ്റെ UDFിൻ്റെ മുൻകാലത്തിലുള്ള സംഭാവനകൾ മറക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ 5 വർഷം ഈ നിയോജകമണ്ഡലത്തിനെ പ്രതിദാനം ചെയ്ത് ഇന്ത്യൻ പാർലമെന്റിന്റെ അംഗം എന്നുള്ള രീതിയിൽ എന്നെ വ്യക്തിപരമായി കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രി 3 സമ്മേളനങ്ങളാണ് പാർലമെന്റിൽ നടത്തുന്നത്. കൂടുതൽ സമ്മേളനങ്ങൾ നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. കാരണം എത്രയും ജനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങി ചെല്ലുന്നോ, ഏതെല്ലാം പ്രദേശത്ത് ജനങ്ങളിലേക്ക് ചെല്ലുന്നോ അവിടെയെല്ലാം UDFന് വലിയ വിജയമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇന്ന് കേരളത്തിലെ ഒരു സാധാരണ വോട്ടറെ സംബന്ധിച്ച് മാർച്ച് 31-ാം തീയതിക്ക് ശേഷം അവന്റെ ജീവിതം ഏറ്റവും ദുസ്സഹമായി മാറുന്ന കാഴ്ചയാണ് എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സാധാരണ ഓട്ടോറിക്ഷക്കാരന്റെ പെർമിറ്റ് മുതൽ പുതുക്കുന്നതിലുള്ള വലിയ മാറ്റം അവന്റെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. വെള്ളക്കരമാണെങ്കിലും കറണ്ട് ചാർജ് ആണെങ്കിലും എല്ലാം സാധാരണക്കാരന്റെ നടുവടിക്കുന്ന ഒരു സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. എനിക്ക് ജനങ്ങളോട് ഒരു കാര്യം മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും വന്ന് അവരുടെ അവകാശം രേഖപ്പെടുത്തണം, വോട്ട് ചെയ്യണം. ആ വോട്ട് ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ന് BJP വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന IB അടക്കമുള്ള ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിപ്പിക്കുന്നതും ഞങ്ങളുടെ നേതാക്കന്മാരെ വേട്ടയാടുന്നതുമെല്ലാം അതിന്റെ പരിണിത ഫലമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഈ രാജ്യത്ത് ഭരണഘടന അതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ UDFനും കോൺഗ്രസിനും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഉയർന്നു കാണുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയാണ്. CPM അവരുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യയുടെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്ത്യയുടെ ജനാധിപത്യവും ജനാധിപത്യ സംവിധാനങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഒരു സാധാരണക്കാരൻ ഇന്നും ആശ്രയിക്കുന്ന ജുഡീഷ്യൽ സംവിധാനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ലാതെ ഞങ്ങൾ മറ്റൊരാവശ്യവുമല്ല, ഞങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടോ മറ്റാവശ്യങ്ങൾക്കോ അല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്. അത് മനസ്സിലാക്കി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.